സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം വിശുദ്ധ ബൈബിളിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, 24-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു, പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞ് വരുന്നു. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു, പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തുക്കളും നിറയുന്നു. ആധുനിക ലോകത്തിൽ നാം കണ്ടുവരുന്ന പല പ്രതിഭാസങ്ങളുണ്ട്. ആണും പെണ്ണും പെണ്ണുമായിട്ടൊക്കെയുള്ള വിവാഹങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവലക്ഷണമായത് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാലത്തിൻ്റെ പുതിയ പ്രതിഭാസങ്ങൾ, ഒരു പെണ്ണിന് 2 ആണ്, 2 പെണ്ണിന് 1 ആണ്, ആ നിലകളിലോട്ടൊക്കെ കാലം മാറിയിരിക്കുന്നത് ആധുനിക ലോകത്തെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതകളാണ്. എന്നാൽ വിശുദ്ധ വിവാഹം സ്ഥാപിച്ച ദൈവം തിരുവെഴുത്തിലൂടെ അതിൻ്റെ ഒരു മാനിഫെസ്റ്റോ നമുക്ക് കൈമാറി തന്നിട്ടുണ്ട്. ഒരു വീട് എങ്ങനെയായിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, ഒരു പിതാവ് ഒരു മാതാവ് എങ്ങനെയായിരിക്കണം, ഒരു കുഞ്ഞെങ്ങനായിരിക്കണം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായൊരു മാനിഫെസ്റ്റോ വിശുദ്ധ ബൈബിളല്ലാതെ മറ്റ് എന്താണുള്ളത്? സ്തോത്രം. വിപിൻ ആഫിയ 1 കൃതദാസം ചില കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചു എങ്കിലും ഞാൻ പറയാം. അവോയ്ഡ് ഫാമിലി ബാറ്റിൽ. കുടുംബ കലഹങ്ങൾ ഒഴിവാക്കണം. കുടുംബ കലഹങ്ങൾ, അതിനൊത്തിരി കാര്യങ്ങളൊക്കെ 2 കുടുംബത്തിലും ജനിച്ചു വളർത്തപ്പെട്ട കർത്തൃദാസന്മാർ ശിക്ഷണത്തിൽ വളർന്ന നിങ്ങൾക്കതറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, സാധ്യതകൾ വിരളമല്ല. ഇഷ്ടക്കേടുകളും ഇഷ്ടങ്ങളും ചിലപ്പോഴൊക്കെ പൊരുത്തക്കേടുകളായി മാറാൻ സാധ്യതയുള്ള ഒരു ജീവിതമാണ് നമ്മുടെയൊക്കെ. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. 2, സമയം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ടൈം മാനേജ്മെൻറ്റ്, സമയം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. നമുക്ക് കിട്ടുന്ന സമയം കർത്താവിനോടൊപ്പം ചെലവഴിക്കുക, ദൈവത്തിൻ്റെ വചനം വായിക്കുക എന്നതൊക്കെ പരമപ്രധാനമായ കാര്യമാണ്. അപ്പോൾ തന്നെ ഭർത്താവിന് കൊടുക്കേണ്ട സമയമുണ്ട്, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സമയമുണ്ട്. വിപിൻ മലയാളം മനസ്സിലാവും? ഭർത്താവിന് കൊടുക്കേണ്ട സമയമുണ്ട്, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സമയമുണ്ട്. പണ്ട് ഒരച്ഛൻ പറഞ്ഞതുപോലെ, ഒരു ഭാര്യ എല്ലാ ദിവസവും നോമ്പാണ്, എല്ലാ ദിവസവും ഉപവാസമാണ്. അവള് വെള്ളിയാഴ്ച നോമ്പ് നോക്കുന്നുണ്ട്, ചൊവ്വാഴ്ച നോയമ്പ്, തിങ്കളാഴ്ച നോയമ്പ്, പിന്നെ വ്യാഴാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥന, വെള്ളിയാഴ്ച ദേശത്തിന് വേണ്ടി പ്രാർത്ഥന, ശനിയാഴ്ച നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന. അങ്ങനെ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയ പ്രാർത്ഥന. തിങ്കളാഴ്ച ദിവസം പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥന. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ്. അപ്പം ആഴ്ചയിൽ 7 ദിവസം ഓരോ ദിവസങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്ക് മാറ്റിവെച്ചിരിക്കുക. ഒന്നിനൊഴികെ ഭർത്താവിന് കൊടുക്കാൻ മാത്രം ആഴ്ചയിലെ 7 ദിവസത്തിൽ ഒരു ദിവസം പോലും തികയുന്നില്ല. എൻ്റെ പ്രിയ മക്കളോട് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയരോട് പറയുന്നത്, എല്ലാറ്റിനും സമയം കൊടുക്കുന്നത് നല്ലതാണ്. മൊബൈൽ ഫോണിലെ വിവിധ ആപ്പുകൾക്ക്, സാങ്കേതിക വിദ്യയുടെ വിവിധ വശങ്ങൾക്ക് നമ്മൾ സമയം കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ. ഞാൻ ചീത്തയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എല്ലാറ്റിനും ഒരു പരിമിതിയും ഉള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. അല്ല എങ്കിൽ ഭർത്താവിന് കൊടുക്കേണ്ട സമയം ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നില്ലെങ്കിൽ, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സമയം ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ 1, അവോയ്ഡ് ഫാമിലി ബാറ്റിൽ. 2, ടൈം മാനേജ്മെൻറ്റ്. 3-ാമത്തെ കാര്യം പറയുന്നത് മണി മാനേജ്മെൻറ്റ്. പൈസ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കണം. എങ്ങനെ പൈസ കൈകാര്യം ചെയ്യണം? ഞാൻ എപ്പോഴും അതിന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ചർച്ചിലെ ഒരു ആൻറ്റി, 2-3 പെൺകുഞ്ഞുങ്ങളാണ്. അവരുടെ മൂത്ത മകളുടെ വിവാഹ സമയം വന്നപ്പോൾ അല്പ സാമ്പത്തിക ഞെരുക്കവും ബുദ്ധിമുട്ടും ഒക്കെ അങ്കിൾ അനുഭവിക്കുമ്പോൾ, വർഷങ്ങൾ കുറച്ചായി, ഒരു ദിവസം വിവാഹത്തിൻ്റെ ഒരാഴ്ച കിടക്കെ ആൻറ്റി ഒരു 5 ലക്ഷം രൂപ കൊണ്ട് ഭർത്താവിൻ്റെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാ നമ്മുടെ കൊച്ചിന് വേണ്ടി എൻ്റെ കയ്യിലുള്ളത്.
പുള്ളിക്കാരൻ കണ്ണ് ഇങ്ങനെ തള്ളി നോക്കി, ഇത് എവിടെ നിന്ന് കിട്ടി 5 ലക്ഷം രൂപ? പുള്ളിക്കാരത്തി പറഞ്ഞ കട്ടതും മോട്ടിച്ചതൊന്നും അല്ല, ആരെയും പിടിച്ചു പറിച്ചതല്ല. ഈ കൊച്ചുണ്ടായപ്പോഴേ ഞാൻ മനസ്സിലാക്കി ഇതൊരു പെൺകുഞ്ഞാന്ന്. അന്നു മുതൽ നിങ്ങൾ എനിക്ക് ചെലവിനിടുന്ന പൈസയിൽ നിന്ന് സ്വരൂപിച്ച് അരൂപിച്ച് 10, 20, 50, 100 മാറ്റി മാറ്റി വെച്ച് ഞാൻ ശേഖരിച്ച ശേഖരണം ചിട്ടി പിടിച്ചും കോഴിമുട്ട വിറ്റും പച്ചക്കറി വിറ്റും വല്ലയിടത്തൊക്കെ കൊച്ചു കൊച്ചു പണികൾ ചെയ്തുമൊക്കെ ഞാൻ ശേഖരിച്ച ശേഖരണം, അതാണ് ഈ തുക. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലുമേറും. തിരുവെഴുത്തിലെ ഒരു വചനമുത്താത്. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലുമേറും. ഭർത്താവിൻ്റെ ഹൃദയം അങ്ങനെയുള്ളവരെ പ്രശംസിക്കുമെന്ന ദൈവത്തിൻ്റെ വചനം. മോളെ ആഫിയ, അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ഭാര്യ ആയിരിക്കണം. ഭർത്താവിനെ ഭരിക്കുന്ന സാമർഥ്യമല്ല, കുടുംബം പണിയുന്ന സാമർഥ്യം. ഞാൻ ആതിരയുടെ കല്യാണത്തിന് പറഞ്ഞതാണ്, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, പോഷത്വമായുള്ള സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. ആഫിയയുടെ കയ്യ് വീട് പൊളിക്കുന്ന കൈയായിരിക്കരുത്, വീട് പണിയുന്ന കൈകളായിരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം കൈകൾ വീട് പൊളിക്കുന്ന കൈകളായിരിക്കരുത്, പണിയുന്ന കൈകളായിരിക്കണം. മണി മാനേജ്മെൻറ്റ്. 4ാമത്തെ കാര്യം, ഹെൽത്തി സ്പിരിച്വൽ ലൈഫ്. ആരോഗ്യമുള്ള ആത്മീക ജീവിതം. ആരോഗ്യമുള്ള ആത്മീക ജീവിതം അത് പ്രധാനമാണ്. ആരോഗ്യമുള്ള ആത്മീക ജീവിതം, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹെൽത്തി പ്രെയർ ലൈഫ്. ആരോഗ്യമുള്ള പ്രാർത്ഥനാ ജീവിതം. ഇന്ന് നിങ്ങൾ ഒന്നിച്ച് കൈയോട് കൈ ചേർത്ത് പിടിച്ച് ഉടമ്പടി വാചകങ്ങൾ പറഞ്ഞ് ഭാര്യയും ഭർത്താവുമായി മാറി വീട്ടിൽ ചെന്ന്, ഏത് വിവാഹവേദിയിലും അടിയൻ പറയുന്ന കാര്യമാണ്, ഒന്നിച്ച് നിങ്ങളുടെ ശയ്യയിലേക്ക് പോകും മുൻപ് സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തണം. നിങ്ങളെ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിക്കൂടെ? കാലിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതുപോലെ ദൈവസ്ഥലിൽ മുട്ടുകുത്തണം. കൈയോട് കൈ ചേർത്ത് പിടിക്കണം. അപ്പായുടെ മുഖത്തേക്ക് നോക്കണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ജീവിതം ആരംഭിക്കുന്നു, ഞങ്ങളെ അവിടുന്ന് പണിയണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹൈന്ദവ സഹോദരനായൊരു സുഹൃത്ത് എനിക്കുണ്ട്, എൻ്റെ കോളേജ് സതീർത്ഥ്യൻ. അദ്ദേഹം വിവാഹം കഴിച്ച 6-ാം മാസം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ തലയിൽ ചെറിയ ചെറിയ മുഴകൾ കണ്ടു തുടങ്ങി. ഞങ്ങളുടെ കോഴഞ്ചേരിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെക്കപ്പുകൾ, അവിടുന്ന് ഫർദർ ട്രീറ്റ്മെൻറ്റിന് കോട്ടയം മെഡിക്കൽ കോളേജ്, അവിടെ രോഗം സ്ഥിരീകരിച്ചു, ക്യാൻസർ. വിവാഹം കഴിഞ്ഞ് 6 മാസമായതേ ഉള്ളൂ. ഒരു പ്രൈവറ്റ് ബാങ്കിൻ്റെ മാനേജരായ ഞങ്ങളുടെ സുഹൃത്ത് ആകെ തകർന്നു. സുന്ദരിയായ ഭാര്യ, അവളും നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടി. പക്ഷെ 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്കൊന്ന് കാണാൻ അവസരം കിട്ടുമ്പോൾ, വിവാഹത്തിൻ്റെ ആ സമയങ്ങളിൽ ഹിപ്പിന് താഴെ വരെ മുടി കിടന്ന ആ സഹോദരിയുടെ ശിരസിൽ ഒരു മുടി പോലുമില്ല. ശരീരത്തിൽ കയറിക്കൊണ്ടിരിക്കുന്ന കീമോ മുടികളെ മുഴുവൻ കൊഴിച്ചു കളഞ്ഞു. കുഞ്ഞുങ്ങളായിട്ടില്ല. ഞങ്ങളുടെ സ്നേഹിതന്റെ മാതാപിതാക്കൾ പറഞ്ഞു, ആണും പെണ്ണുമായി വീട്ടിൽ ഒറ്റമോൻ, അത്യാവശ്യം നല്ല സാമ്പത്തികമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലതെന്നല്ല, അത്യാവശ്യത്തിലേറെ സാമ്പത്തികം. കളഞ്ഞേക്കാം, കളഞ്ഞേര്, വിട്ടേര്. മോളുടെ അപ്പനും അമ്മയും എന്ന് പറഞ്ഞു, മക്കളെ നീ വിട്ടേര് ഇവളെ, നീ വേറൊരാളെ വിവാഹം കഴിക്കേ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, തൻ്റെ അപ്പനോടും അമ്മയോടും, ഈ രോഗം എനിക്കായിരുന്നു വന്നിരുന്നെങ്കിൽ അച്ഛനും അമ്മയും എന്ത് ചെയ്തേനെ? ഈ പ്രശ്നം എനിക്കായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? അവരുടെ അപ്പനോടും അമ്മയോടും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മകളുടെ സ്ഥാനത്ത് എനിക്കായിരുന്നു ഇത് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലോ? അറിഞ്ഞിരുന്നുകൊണ്ട് ചെയ്തതല്ല, ആർക്കും എന്തും സംഭവിക്കാം. പക്ഷെ കഴിഞ്ഞ 26-ൽ പരം വർഷങ്ങളായി എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഒരു കുഞ്ഞിനെ പോലും കൊടുക്കുവാൻ കഴിയാതെ ആ സ്ത്രീ ഇന്നും രോഗത്തെ അതിജീവിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഭാര്യയായി കഴിയുമ്പോൾ, എടുത്തു മാറ്റപ്പെട്ട യൂട്രസിനും ആരോഗ്യം ക്ഷയിപ്പിച്ച ശരീരത്തിനും അപ്പുറത്ത് വ്യാപരിക്കുന്നൊരു സ്നേഹത്തെ എളിയ ദാസർ, ഞങ്ങൾ സുഹൃത്തുക്കൾ കണ്ണ് കാണുകയാണ്. അതുപോലെ ഞാൻ ആഫിയോടും വിപിനോടും പറയുന്നത്, മക്കളെ, സ്നേഹം അതിനോളം മൂല്യമുള്ളത്, വിലയുള്ളതൊന്നുമില്ല. മക്കളുടെ കയ്യിലെ വാച്ചിനോ ഇട്ടിരിക്കുന്ന കോട്ടിനോ ധരിച്ചിരിക്കുന്ന സാരിക്കോ ഇന്നിവിടെ കാണുന്ന ആടയാഭരണങ്ങൾക്കോ സംവിധാനങ്ങൾക്കോ ഇല്ലാത്തൊരു മൂല്യവും വിലയും ഉള്ള ഒന്ന് സ്നേഹമാണ്.
ഇത് പ്രസംഗിക്കുന്ന എളിയദാസൻ ത്രോട്ട് ക്യാൻസറിന്റെ പ്രയാസത്തിൽ ചില കാലങ്ങൾ സഞ്ചരിച്ച ഒരാളാണ്. ഇന്നും പല ബുദ്ധിമുട്ടുകളും ശരീരത്തിലുണ്ട്. പക്ഷേ എനിക്ക് കൂടെ ദൈവം തന്ന ഒരു പങ്കാളിയുണ്ട്, എൻ്റെ ലൈഫ് പാർട്ട്ണർ. പ്രാർത്ഥനയിൽ ഇന്നും എനിക്ക് വേണ്ടി ദൈവത്തോട് പോരാടുന്ന ഒരു സാധു സ്ത്രീ. അതെൻ്റെ ബലമാണ്, അതെൻ്റെ ശക്തിയാണ്, അതെൻ്റെ ഊർജമാണ്. വിപിന് ആഫിയയ്ക്ക് വിപിനും ബലമായിരിക്കണം, സ്നേഹത്തിൻ്റെ ബലം. 2 കുടുംബങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട 2 അമ്മയപ്പന്മാർ. ഞാൻ അവരെ ഒടുവിൽ വേദിയിലേക്ക് വിളിക്കും. ഇന്നത്തെ പുതിയ ട്രെൻഡ് അതെൻ്റെ ഒരു പ്രസംഗമാണ്. ഞങ്ങളുടെ കൊച്ചുങ്ങൾ അത് ഇങ്ങനെ പലയിടത്തും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ ഒരുപാട് ട്രെൻഡുകളുണ്ട്. ട്രെൻഡുകളുടെ പുറകെ കുടുംബജീവിതത്തെ കൊണ്ടുപോകരുത്. വിശുദ്ധ ബൈബിളിൻ്റെ പിന്നാലെ ജീവിതത്തെ കൊണ്ടുപോകണം. നമ്മുടെ ജീവിതം എങ്ങും തകരില്ല മക്കളെ. ഒന്നിച്ച് പ്രാർത്ഥിക്കുക. മാറ്റമായിരിക്കുമ്പോഴും കാന്താരി ചോന്നുള്ളിയൊക്കെ കൂട്ടി വെച്ച് ഇടിച്ചു പൊടിച്ച് ചമട്ടുകാർക്ക് മുഴുവൻ നാറിയാലും അവിഹിത വഴിയിൽ സഞ്ചരിക്കുന്ന അബദ്ധസഞ്ചാരികൾക്ക്, പുരുഷന് സ്ത്രീക്ക്, അവർക്കിത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എപ്പോഴാണെന്നറിയാമോ? 1 മുഴം കയറിൽ തീരുന്നിടം വരെ, അല്ലെങ്കിൽ 1 കുപ്പി വിഷത്തിൽ അവസാനിപ്പിക്കുന്നിടം വരെ, ഉറ്റ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ വിട്ടു പോകുന്നിടം വരെ, അല്ലെങ്കിൽ ഭർത്താവിനെ ഭാര്യ ഉപേക്ഷിച്ച് സഞ്ചരിക്കുന്നിടം വരെ, എവിടെയെങ്കിലും തീരുന്നിടം വരെ അങ്ങനെ ആയിരിക്കും, സംശയമില്ല. പക്ഷെ അതിനെതിരെ ദൈവത്തിൻ്റെ കോടതിയിലെ ഒരു ഉത്തമമായ വിധി പുറപ്പെട്ടു. ഒരു ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ഇത് പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ വിവാഹ ഉടമ്പടിയിൽ മരണം വരെ വിശ്വസ്തനായിരിക്കണം, വിശ്വസ്തയായിരിക്കണം. ഈ വചനത്തിൻ്റെ മുമ്പാകെ പറയാമോ, യേശുനാഥ, എൻ്റെ ജീവിതത്തിൽ അവിശ്വസ്തത വന്നുപോയി, എന്നോടൊന്ന് ക്ഷമിക്കണമേ, എന്നോടൊന്ന് ക്ഷമിക്കണമേ. സർവേശ്വരൻ്റെ പാതാരവിന്ദങ്ങളിൽ ഈ പകലൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? എന്നെ ഒന്ന് സഹായിക്കണേ. കർത്താവ് പണിയും. എന്തു പണിയും? വീട് പണിയും. നിങ്ങൾക്ക് കോടികൾ കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വലിയ വീടുകൾ, ഭൗതികമായ വീടുകൾ വെക്കുമെന്നല്ല പറയുന്നത്. വിലവേടിയ കാറുകൾ മേടിക്കുമെന്നല്ല പറയുന്നത്. അതൊക്കെ കിട്ടട്ടെ, വാങ്ങിച്ചു, അനുഭവിച്ചോ. പക്ഷെ ഞാൻ പറയുന്നു, ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും അപ്പനും അമ്മയ്ക്ക് അടങ്ങിയ ഉത്തമ കുടുംബങ്ങളെ പണിയാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷകൻ നസ്രേനായ യേശു കർത്താവാണ്.